ഭീകരവാദം സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്കകൾക്കും നിലപാടുകൾക്കുമെല്ലാം പിന്തുണ അറിയിച്ച് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു. അന്തർദേശീയ തലത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യ അച്ചുതണ്ട് രൂപീകൃതമാകുന്ന അസാധാരണ മുഹൂർത്തങ്ങൾക്കും ഇന്ന് ഷാങ്ഹായിലെ ഫോട്ടോ സെഷൻ വേദിയായി. ഒപ്പം ഈ സ്ഥിതിഗതികളെല്ലാം കൃത്യമായും സൂക്ഷ്മമായും നിരീക്ഷിക്കുന്നുണ്ട് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് എത്താം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയെന്നും പഹൽഗാം ആക്രമണത്തിന്റെ ആസൂത്രകരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ അംഗീകാരം. ഇന്ത്യ റഷ്യ ബന്ധത്തെ മൂന്നാം കക്ഷിക്ക് സ്വാധീനിക്കാനാകില്ലെന്ന് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചയിൽ മോദി. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടണമെന്നും മോദി. വൻ ശക്തികളുടെ സൗഹൃദത്തിൽ ഇന്ത്യ റഷ്യ ചൈന അച്ചുതണ്ട്. ഒത്തുചേരലിനെ ഉറ്റുനോക്കി ലോകം. ഷാങ്ഹായിൽ കൈകോർത്ത് ഹ്രസ്വ സംഭാഷണവുമായി മോദിയും പുടിനും ഷീ ജിൻപിങ്ങും. മോദി എത്തിയത് പുടിനൊപ്പം. മഹാനായ മോദി പുടിനും ഷീക്കും മുന്നിൽ തലകുനിക്കുന്നത് എന്തിനെന്ന് ട്രംപിന്റെ ഉപദേഷ്ടാവ്. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. മരണം 600 കവിഞ്ഞു. 2000-ലേറെ പേർക്ക് പരിക്ക്. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു. രക്ഷാപ്രവർത്തനം തുടരുന്നു. ദൗത്യം ദുഷ്കരമെന്ന് താലിബാൻ ഭരണകൂടം. ആഗോള അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം. സർക്കാർ സംഗമം നടത്തുന്നത് ആത്മീയ ഉയർച്ചയ്ക്കെന്നും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെങ്കിൽ വിയോജിപ്പറിയിക്കുമെന്നും മഠം. ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയുടെ മഹാറാലി തുടങ്ങി. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, തേജസ്വി യാദവ് തുടങ്ങിയവർ റാലിയിൽ. അംബേദ്കർ പാർക്കിലെ പൊതുസമ്മേളനത്തോടെ വൈകിട്ട് സമാപനം. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഭീകരവാദം ഏറ്റവും വലിയ ഭീഷണിയെന്നും ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയെന്നും പഹൽഗാം ആക്രമണത്തെ പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം നേരിടാൻ സമഗ്ര ചട്ടക്കൂട് വേണമെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ മോദി ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് സംയുക്ത പ്രഖ്യാപനവും നടത്തി. ഷാങ്ഹായ് ഉച്ചകോടിയിൽ പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദത്തെ രൂക്ഷമായി വിമർശിച്ചു. ഭീകരവാദം മാനവരാശിക്ക് ഭീഷണിയെന്നും ഭീകര സംഘടനകളെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദത്തിന്റെ ഇരകളാണ് ഇന്ത്യയെന്നും ഭീകരവാദത്തിനെതിരെ ഇരട്ടത്താപ്പ് അംഗീകരിക്കില്ലെന്ന് SCO ഉറച്ച നിലപാടെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. कोई समाज, कोई नागरिक अपने आप को इससे सुरक्षित नहीं समझ सकता. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ ഭീകരവാദത്തോട് ഇരട്ടത്താപ്പ് പാടില്ലെന്ന് പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ച മോദി, മാനുഷികതയിൽ വിശ്വസിച്ച നിരപരാധികൾക്കെതിരെയുള്ള ആക്രമണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണമെന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ വ്യക്തമാക്കി. ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്നും ധനസഹായം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും മോദി ആവശ്യമുന്നയിച്ചു. कितनी ही माताओं ने अपने बच्चे खोए और कितने बच्चे अनाथ हो गए. हाल ही में हमने पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा. इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार व्यक्त करता हूं. ചൈനയിലെ ടിയാൻജിനിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്ത വിവിധ രാജ്യങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചു. ഭീകരത നേരിടാൻ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ഭീകരവാദ സ്പോൺസർമാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും സംയുക്ത പ്രഖ്യാപനത്തിൽ പറയുന്നു. സംയുക്ത പ്രസ്താവനയിൽ പാകിസ്ഥാനും ഒപ്പുവെക്കും. എന്നാൽ പ്രസ്താവനയിൽ പാകിസ്ഥാന്റെ പേര് പരാമർശിക്കില്ല. ന്യൂസ് ഡെസ്ക് അമൃത TV. ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വളോഡിമിർ പുടിനും പ്രതിസന്ധി ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുവെന്നും മൂന്നാം കക്ഷിക്ക് ബന്ധത്തെ സ്വാധീനിക്കാനാകില്ലെന്നും മോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടണമെന്നും മോദി ആവശ്യപ്പെട്ടു.
പുടിന്റെ വരവിനായി ഇന്ത്യ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മോദി അടുത്ത സുഹൃത്തെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവർത്തിച്ചു. ഇന്ത്യ റഷ്യ ബന്ധം ഏറെ ആഴത്തിലുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ മോദി, ഷീ ജിൻപിങ്, പുടിൻ അസാധാരണ കൂടിക്കാഴ്ച. ഫോട്ടോ സെഷന് മുന്നോടിയായിട്ടാണ് മൂന്ന് നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയത്. അധിക തീരുവ ഏർപ്പെടുത്തി സമ്മർദ്ദം ഉയർത്തുന്ന അമേരിക്കയ്ക്കെതിരായ സന്ദേശമായി മൂന്ന് നേതാക്കളുടെയും കൂടിക്കാഴ്ച മാറി. റഷ്യയുമായുള്ള സഹകരണമാണ് ഇന്ത്യയോടുള്ള അമേരിക്കയുടെ ഇപ്പോഴത്തെ സമീപനത്തിന് കാരണം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചതാണ് അധിക തീരുവ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിൽ. എന്നാൽ ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന് രാജ്യം തീരുമാനിച്ചതിന്റെ പ്രതിഫലനമാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടത്. ഫോട്ടോ സെഷനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നെത്തിയത് റഷ്യൻ പ്രസിഡന്റിന്റെ കയ്യും പിടിച്ച്. ഷീ ജിൻപിങ്ങിനെ കണ്ടപ്പോൾ ചെറിയ ചർച്ച. മൂന്ന് നേതാക്കളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം ആ സംഭാഷണ നിമിഷങ്ങളിൽ കാണാൻ കഴിയും. പരിഭാഷപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരും മൂന്ന് നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിന് അപ്പുറമുള്ള ചില നിലപാടുകളും ആ ചെറിയ നേരം ഉയർന്നു വന്നിരിക്കാം. പുടിനെ കണ്ടതിലുള്ള സന്തോഷം പ്രധാനമന്ത്രി തന്നെ സമൂഹമാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അവഗണിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന വീഡിയോയും ചിത്രങ്ങളും ദേശീയ മാധ്യമങ്ങളിലടക്കം വൈറലായി. ഷഹബാസിന് മുന്നിലൂടെയാണ് മോദിയും പുടിനും ഒരുമിച്ച് വേദിയിലേക്ക് എത്തിയത്. ഇരുവരും നടന്നു നീങ്ങുന്നത് ഷഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്ന ദൃശ്യമാണ് പുറത്തുവന്നത്. മോദി, ഷീ, പുടിൻ സംഭാഷണത്തിലും പാക് പ്രധാനമന്ത്രിയെ അവഗണിച്ചു. അത്താഴ വിരുന്നിനിടെയും മോദി ഷെരീഫിനെ പരിഗണിച്ചില്ല. ഇരുവരും പരസ്പരം പുറം തിരിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. റഷ്യയുമായുള്ള എണ്ണ ഇടപാടിലൂടെ ഇന്ത്യയിലെ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നുവെന്ന് വൈറ്റ് ഹൗസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ഇന്ധനമാകുന്നതാണ് ഇന്ത്യയുടെ പ്രവൃത്തികളെന്ന ആരോപണം നവാരോ ആവർത്തിക്കുകയും ചെയ്തു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നവാരോ ഇന്ത്യക്കെതിരെ വീണ്ടും വിമർശനം ഉയർത്തിയത്. ഇന്ത്യ റഷ്യയുടെ ഒരു അലക്കുശാല മാത്രമാണ്. മോദി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ നേതാവാണ്. എന്നിട്ടും പുടിനുമായും ഷീ ജിൻപിങ്ങുമായും മോദി കൂട്ടുകൂടുന്നു. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും നവാരോ പ്രതികരിച്ചു. Look, Modi's a great leader. I don't understand why he's getting to bed with Putin and Xi Jinping when he's the biggest democracy in the world. So I would just simply say to the Indian people, please understand what's going on here. You got Brahmins profiteering at the expense of the Indian people. We need that to stop. തെക്ക് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം. 600ഓളം പേർക്ക് ജീവൻ നഷ്ടമായതാണ് പുറത്തുവരുന്ന കണക്കുകൾ. 1500-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മണ്ണിനടിയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു. രക്ഷാദൗത്യം ദുഷ്കരമെന്നാണ് താലിബാൻ ഭരണകൂടം പറയുന്നത്. അഫ്ഗാൻ സമയം ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. നാർ പ്രവിശ്യയിലെ നുർഗാൽ, സാവ്കി, വഡ്പൂർ, മനോഗി, ചബ്ദാര ജില്ലകളെയാണ് ഭൂകമ്പം ബാധിച്ചത്. അവശിഷ്ടങ്ങൾക്കിടയിൽ 100 കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. മലയോര മേഖലയായതിനാൽ രക്ഷാപ്രവർത്തകർക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും റിപ്പോർട്ടുണ്ട്. പരിക്കേറ്റവരെ നിലവിൽ ഹെലികോപ്റ്ററുകളിലാണ് പുറത്തേക്കെത്തിക്കുന്നത്. ജലാലാബാദിൽ നിന്ന് 27 കിലോമീറ്റർ അകലെ 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ടുകൾ. തുടർന്ന് 20 മിനിറ്റുകൾക്ക് ശേഷം നങ്കർഹാറിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു. തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ എന്നിവിടങ്ങളിലും പ്രകമ്പനമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. മിക്ക ഗ്രാമങ്ങളും പൂർണ്ണമായി നശിച്ച അവസ്ഥയിലാണ്. 800 കിലോയോളം മരുന്നുകളും 80-ലധികം ഡോക്ടർമാരെയും പ്രാദേശിക ആശുപത്രികളിൽ എത്തിച്ചതായി അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അഫ്ഗാനിസ്ഥാനിൽ 2023 ഒക്ടോബറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ 2400 പേരാണ് മരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV.
വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം എന്നിവയ്ക്കെതിരെ ബീഹാറിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ഇന്ന്. മഹാറാലി ഇപ്പോൾ നടക്കുകയാണ്. പാറ്റ്നയിലെ ഗാന്ധി മൈതാനിയിൽ നിന്ന് തുടങ്ങിയ റാലി വൈകിട്ട് അംബേദ്കർ പാർക്കിൽ സമാപിക്കും. പൊതുസമ്മേളനത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കളും തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളും പങ്കെടുക്കും. കെ പ്രശാന്ത് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. പ്രശാന്ത്, ഒരുപക്ഷേ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഈ വോട്ടർ അധികാർ യാത്ര പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനമായി വരുന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്, എന്ത് സഖ്യമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതടക്കമുള്ള അതിനൊക്കെ ഉള്ള ഒരു മുന്നോടിയായിട്ടുള്ള ഒരു കാഴ്ചയായി, ദൃശ്യമായി ഒക്കെ നമുക്ക് കാണാമോ? രാഹുൽ ഗാന്ധി വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ബീഹാറിൽ നിന്ന് വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഇതൊരു സംസ്ഥാനത്തെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന തരത്തിലായിരിക്കില്ല കാര്യങ്ങളെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ബീഹാറിലെ യാത്ര അവസാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ പൊതുസമ്മേളനം ആരംഭിക്കും. പൊതുസമ്മേളനത്തിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ഇനിയുള്ള നീക്കം എന്നുള്ളത്, ഏത് തരത്തിലായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി റാലി കൊണ്ടുപോകുക, യാത്ര കൊണ്ടുപോകുക തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഏതായാലും കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് വോട്ട് മോഷണം ഉണ്ടാകുന്നു, വോട്ടർ പട്ടികയിലടക്കം ക്രമക്കേട് നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ ക്രമക്കേട് ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളും എല്ലാം തന്നെ ആരോപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബീഹാറിൽ നിന്ന് റാലി തുടങ്ങിയത്. ബീഹാറിൽ നിന്ന് റാലി തുടങ്ങിയതിന് വലിയ ലക്ഷ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ റാലി അതിന് മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം നിലപാടെടുത്തിരിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമാണ് അവരുടെ ശക്തി പ്രകടനമായി തന്നെ ഈ റാലി അവർ കണക്കാക്കിയിരിക്കുന്നത്. അതിശക്തമായ രീതിയിലുള്ള പ്രതിരോധം കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ തീർക്കാനാണ് ഈ റാലി കൊണ്ട് കോൺഗ്രസും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും പാർട്ടികളുമെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തകരാണ്, 10,000-കണക്കിന് പ്രവർത്തകർ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നായി പാട്നയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഈ റാലിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ പങ്കുചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും 1300 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ റാലി ഇപ്പോൾ അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വപ്ന, പ്രശാന്താണ് വിവരങ്ങളുമായി ചേർന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്ത ശിവഗിരി മഠം, സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് ആത്മീയപരമായ ഉയർച്ചയ്ക്കായാണെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ പറഞ്ഞു. അത്തരം ലക്ഷ്യം മുന്നിൽ കണ്ട് സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പ്രശംസനീയമാണെന്നും എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് പരിപാടിയെങ്കിൽ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ശബരിമലയുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഉയർച്ചയും വളർച്ചയും അനിവാര്യമാണ്. അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനെ സർവാത്മന ശിവഗിരിമഠം സ്വാഗതം ചെയ്യുകയാണ്. കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും മാറ്റത്തിനനുസരിച്ച് ആധ്യാത്മികപരമായ ഉണർവിലേക്ക് പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ആത്മീയപരമായ ഉയർച്ച സാമൂഹിക നന്മയ്ക്കാണ്, സാമൂഹിക പുരോഗതിയിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. അത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമോ അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളോ ആ പ്രവർത്തനത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് യോജിക്കുവാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വിയോജിപ്പിൻ്റെ മാർഗത്തിലൂടെ ശിവഗിരിമഠം കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ UDF നേതാക്കളുടെ യോഗം ചേരുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP ഗൂഗിൾ മീറ്റ് വഴിയാണ് യോഗം വിളിച്ചത്. പഴയ ആചാരലംഘനം ആരും മറന്നിട്ടില്ല. മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അയ്യപ്പൻ നൽകിയ തിരിച്ചടിയുടെ ഫലമായിരുന്നു അന്നത്തെ ലോക്സഭയിലെ UDF വിജയമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഞങ്ങൾ നാളെ ഒരു ഗൂഗിൾ മീറ്റിനോട് UDFൻ്റെ നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ ആശയവിനിമയം നടത്തിയതിന് ശേഷം എന്ത് എന്നതിനെക്കുറിച്ച് നാളത്തെ മീറ്റിങ്ങിന് ശേഷം മാത്രമേ അതിൻ്റെ എന്താണ് ഒരു ഔട്ട്കം എന്ന് തീർത്ത് പറയാൻ പറ്റൂ. ഇന്നിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി കാണുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്ത എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ കൂട്ടുപിടിക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയനാണല്ലോ ഈ ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാത്തിനെയും തൂത്തെറിഞ്ഞുകൊണ്ട് അതിനെതിരെ ആണല്ലോ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനുള്ള അനുമതി കൊടുത്തത്.
സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ മരിച്ചു. 52-കാരിയായ വേങ്ങര സ്വദേശി റംലയും ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ 3 മാസം പ്രായമായ ആൺകുഞ്ഞുമാണ് മരിച്ചത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയുടെ 3 മാസം പ്രായമുള്ള മകനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. രോഗബാധിതനായ കുഞ്ഞ് 28 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഓമശ്ശേരി പ്രദേശത്ത് നേരത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മറ്റൊരു മരണം സ്ഥിരീകരിച്ചിരുന്നു. രോഗം ബാധിച്ച് മരണപ്പെട്ട റംല മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശിയാണ്. ജൂലൈ 8-നാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്. ഓഗസ്റ്റ് 5-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. കഴിഞ്ഞയാഴ്ച ഇവരുടെ നില ഗുരുതരമാവുകയായിരുന്നു. 1 മാസത്തിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 സംസ്ഥാനത്ത് നിലവിൽ 10 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുണ്ട്. മാലിന്യം കലർന്ന തോടുകളിലും കുളങ്ങളിലും കുളിക്കുന്നവരിലാണ് പൊതുവെ രോഗം കാണപ്പെടുന്നത്. പകരാൻ സാധ്യതയുള്ള അമീബിക് മസ്തിഷ്ക ജ്വരം തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സ നൽകുന്നത് രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപിച്ച പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ക്ലോറിനേഷൻ ക്യാമ്പയിനിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഹരിപ്പാട് ആനയുടെ കുത്തേറ്റ പാപ്പാൻ മരിച്ചു. മാവേലിക്കര കണ്ടിയൂർ ക്ഷേത്രത്തിലെ 1-ാം പാപ്പാൻ അടൂർ തെങ്ങുമം ഗോകുലം വീട്ടിൽ മുരളീധരൻ നായരാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച രാത്രി 11-ഓടെയായിരുന്നു മരണം. ആനയുടെ 2-ാം പാപ്പാൻ കരുനാഗപ്പള്ളി സ്വദേശി സുനിൽകുമാർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആനയെ മതപ്പാടിനെ തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നും ചങ്ങല അഴിച്ചു മാറ്റുന്നതിനിടെയാണ് പാപ്പാനെ കുത്തിയത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് കൂടി ഉൾക്കൊള്ളാവുന്ന ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തണമെന്ന ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഡൽഹിയിലെ 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. SCERT, NCERT പാഠപുസ്തകങ്ങളിൽ ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. SCERT, NCERT എന്നിവയ്ക്ക് പുറമെ 6 സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനുമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിൻ്റേതാണ് നടപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചുവെന്ന പരാതികളിൽ ക്രൈംബ്രാഞ്ച് മൊഴിയെടുപ്പ് തുടങ്ങി. അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരിട്ടും ഇമെയിൽ വഴിയും 13ഓളം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പരാതി നൽകിയത്. കൊച്ചി സെൻട്രൽ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴി രേഖപ്പെടുത്തിയത്. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ കുറ്റപത്രത്തിന് കേന്ദ്രാനുമതിയില്ല. 3 വർഷത്തിനു ശേഷമാണ് നടപടി. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്ന ഇൻഡിഗോ 6C7407 വിമാനത്തിൽ 2022 ജൂൺ 13-നാണ് മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫർസീൻ മജീദ്, RK നവീൻകുമാർ, സുനിത് നാരായണൻ എന്നിവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും വ്യോമയാന നിയമത്തിലെ ഗുരുതര വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാവ് KS ശബരിനാഥനും കേസിലെ പ്രതിയാണ്. ഈ സംഭവത്തിലാണ് 3 വർഷത്തിനു ശേഷം കുറ്റപത്രത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചത്. സിവിൽ ഏവിയേഷൻ നിയമം കേസിൽ നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കി പ്രോസിക്യൂഷൻ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഏവിയേഷൻ നിയമം ചുമത്തിയതിനാലാണ് സർക്കാർ കേന്ദ്രാനുമതി തേടിയത്. വിമാന സുരക്ഷാ നിയമം കേസിൽ നിലനിൽക്കില്ലെന്ന് കേന്ദ്രം പറയുന്നു. അതേസമയം കേസിലെ തുടർ നടപടിയുമായി ബന്ധപ്പെട്ട് DGPയുടെ അഭിപ്രായം തേടിയിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രണയത്തിന്റെ സംഗീതവും വരികളും നൽകിയാൽ അത് ഹൃദയങ്ങളിൽ പൂക്കളങ്ങൾ തീർക്കും. നാട്ടുവഴികളിൽ ആരോരും അറിയാതെ ഒളിപ്പിച്ചു വെച്ച പ്രണയം ഓണമാകുമ്പോൾ ഒരു ചിത്രശലഭം പോലെ പാറി നടക്കും. നിനവോണം എന്ന പേരിൽ ആരാമം പ്രൊഡക്ഷൻസ് പുറത്തിറക്കിയ ഓണപ്പാട്ടിൽ ഇതെല്ലാമുണ്ട്. അഭിലാഷ് കെ ആശ്രാമത്തിന്റെ വരികൾ നജീം അർഷാദിന്റെ ശബ്ദത്തിലൂടെ മനോഹരമായ ഒരു ഓണപ്പാട്ടായി പിറവിയെടുത്തു. എഴുത്തിന്റെ ഗ്രാമഭംഗിയിൽ സംഗീതവും ഗാനാവിഷ്കാരവും ഒരുക്കിയതും അഭിലാഷ് കെ ആശ്രാമമാണ്. തിരുകാൽക്കര തൊട്ടു വണങ്ങി തിരുമേനി ചന്തം കണ്ട് ചിങ്ങപ്പൂ നൃത്തം വയ്ക്കുന്നേ. വരികളിലൂടെ ഓണത്തിന്റെ നിറങ്ങളും പ്രണയത്തിന്റെ പൂക്കളും കോർത്തൊരുക്കിയ ഒരു നിറമാല.
നാട്ടിൻപുറത്തെ കാഴ്ചകളിലൂടെ തിരുനെറ്റിക്കൊരു കുറുതൊട്ട് തുളസിപ്പൊൻ കതിരില ചൂടിയ പ്രണയിനി. പൂമുഖമൊന്നുമിരിക്കുന്നേ നീ നെഞ്ചത്തിൽ മേളം കൊട്ടുന്നേ. അത്തപ്പൂ, ഒരു ഊഞ്ഞാൽപ്പാട്ട്, അങ്ങനെയൊക്കെ ഉള്ളതിനപ്പുറം ആ ദൃശ്യത്തിൽ അകത്തൊരു സ്റ്റോറി പറയുമ്പോൾ, അപ്പോൾ അത് വരി എഴുതുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിൽ കാണും അതെങ്ങനെയാണ് അത് ദൃശ്യവൽക്കരിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അന്നേരം അങ്ങനെ സ്റ്റോറി ബേസ്ഡ് ആയിട്ടാണെങ്കിൽ കാഴ്ചക്കാർക്ക് കുറച്ചും കൂടി അത് കണ്ടുകൊണ്ടിരിക്കാൻ, പാട്ടിനോടൊപ്പം ആ ദൃശ്യത്തിൻ്റെ ഒരു പൊലിമയും കൂടെ വരുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനുണ്ട് അവർക്കൊരു താല്പര്യമുണ്ട്. നിലവോണം ചിലർക്ക് ഉള്ളിലെ പ്രണയത്തിന്റെ ഓർമ്മകളുടെ മഷിപുരണ്ട കത്തുകളാണെങ്കിൽ പുതിയ തലമുറയ്ക്ക് അത് കേട്ടറിഞ്ഞ ഭാവനകളാണ്. അങ്ങനെ ആസ്വാദകർക്ക് പുതുമയുടെ ദൃശ്യശ്രവ്യ അനുഭവമാണ് ഈ മനോഹര ഗാനം പകർന്നു നൽകുന്നത്. ഈടത്തിൽ താളം തട്ടി കൈകൊട്ടി പാട്ടിലാടി നീ എന്നുള്ളത്തിൽ ഉയലാടുന്നേ. അമൃത ന്യൂസ്, കൊല്ലം. ഓണമെന്നാൽ ശർക്കരയുടെയും ശർക്കര വരട്ടിയുടെയും കാലം കൂടിയാണ്. അതും നല്ല നാടൻ ശർക്കരയാണെങ്കിൽ പ്രിയമേറും. അത്തരത്തിൽ ഓണത്തിന് മധുരം വിളമ്പാൻ പത്തനംതിട്ട ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നാടൻ ശർക്കര തയ്യാറാകുന്നുണ്ട്. അതിൽ പ്രധാനിയായ വള്ളിക്കോട് ശർക്കരയുടെ ഉൽപ്പാദനം തകൃതിയായി നടക്കുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കരിമ്പ് കൃഷിക്കും ശർക്കര ഉൽപ്പാദനത്തിനും പ്രശസ്തമായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് ഗ്രാമം. എന്നാൽ കരിമ്പ് കൃഷി നിലച്ചതോടെ വള്ളിക്കോട് ശർക്കര പഴയ തലമുറക്കാരുടെ മനസ്സിലെ മധുരിക്കുന്ന ഒരു ഓർമ്മ മാത്രമായി. 4 വർഷം മുൻപ് കൃഷിവകുപ്പും ഗ്രാമപഞ്ചായത്തും ഒരു വിഭാഗം കർഷകരും കൈകോർത്തതോടെ വള്ളിക്കോട് ശർക്കരയും കരിമ്പ് കൃഷിയും പഴമക്കാരുടെ മനസ്സുകളിൽ ഗതകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് മടങ്ങിയെത്തി. ഏതാണ്ട് 3.5 ഏക്കറോളം സ്ഥലത്തെ കൃഷി ചെയ്യുന്നുണ്ട്. പഞ്ചായത്തും കൃഷിഭവനും കൂടെ നമ്മളെ സംയുക്തമായി ചേർന്ന് വള്ളിക്കോട് ബ്രാൻഡ് ശർക്കര നഷ്ടപ്പെട്ടു പോയ പ്രതാപം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അത് പുനരാരംഭിക്കണം എന്ന നിർബന്ധത്തിന് വഴങ്ങി. പിന്നെ ഞങ്ങൾ പണ്ട് ചെയ്ത് ശീലിച്ചതുകൊണ്ട് വീണ്ടും തുടങ്ങിയതാണ്. കർഷകർ നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും മായമില്ലാത്തതുമായതിനാൽ തന്നെ പാക്ക് ചെയ്ത ഉടൻ വള്ളിക്കോട് ശർക്കര വിറ്റുതീരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തിരിച്ചുവരവിന്റെ പാതയിലാണെങ്കിലും ഈ വർഷം പന്നിശല്യവും കാലാവസ്ഥ പ്രതികൂലമായതും കൃഷിക്ക് കുറവ് വരുത്തിയിട്ടുണ്ട്. കൂടുതലും നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഓണം വിപണിയെ വെച്ചിട്ടാണ്. ഓണം വിപണികൾ നമ്മൾ കാലാവസ്ഥയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം സ്ലോ ആണെങ്കിലും ഇതൊരു ഒരു ആസക്തി പോലാണ്. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃഷിയിൽ തിരിച്ചു കയറാനായിട്ട് ഒരിക്കലും. ഒരു കാലത്ത് 12 ശർക്കര ചക്കുകളാണ് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കൃഷിയിൽ നിന്ന് മിക്കവരും പിൻവാങ്ങി. ഇപ്പോൾ കൂടുതൽ കർഷകർ കരിമ്പ് കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. നിലവിൽ കൃഷി ചെയ്തു വരുന്നത് മധുരമയാണ്. അത് തന്നെ ഒരു 6 ഹെക്ടർ ടു 7 ഹെക്ടർ വരെയാണ് ടോട്ടൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച്. പിന്നെ കഴിഞ്ഞ വർഷം നമുക്കൊരു റിവോൾവിംഗ് ഫണ്ടായിട്ട് ഒരു 3 ലക്ഷം രൂപ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച് തന്നിരുന്നു. അത് ഇവരുടെ സംഘത്തിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. റിവോൾവിംഗ് ഫണ്ടാണ്. അത് തിരിച്ച് ഒരു വർഷത്തെ കാലയളവ് കഴിയുമ്പോഴത്തേക്കും തിരിച്ചടയ്ക്കേണ്ടതാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് 10 ടൺ ശർക്കരയാണ് വിറ്റത്. ആവശ്യക്കാരേറിയതോടെ ഇത്തവണ 12,000-ലധികം കിലോയാണ് ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കഫ നേഷൻസ് ഫുട്ബോളിൽ ഇന്ന് ഇന്ത്യ ഇറാനെ നേരിടും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ താജിക്കിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു. 4-ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. റിപ്പോർട്ടറുടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.